കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. പ്രസവ സമയത്ത് പുറത്തെടുക്കുമ്പോൾ നവജാത ശിശുവിന്റെ വലത് കൈയിന്റെ എല്ല് പൊട്ടിയതായി പരാതി. ഒറ്റത്തിങ്ങൽ സ്വദേശി സുജിൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പോലീസിനും പരാതി. പ്രസവ സമയത്ത് കുട്ടിയെ പുറത്തെടുക്കുമ്പോൾ അശ്രദ്ധമായി പുറത്തെടുത്തത് കാരണമാണ് കുട്ടിയുടെ വലത്തെ കൈയുടെ എല്ല് പൊട്ടാൻ കാരണമെന്നാണ് സുജിൻ അമല ദമ്പതികളുടെ ആരോപണം. കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ട ശേഷമാണ് അമ്മയായ അമലയെ കാണിക്കുന്നതെന്നും യുവതി ആരോപിച്ചു. അത്രയും അവർ നോക്കാതെ എടുത്ത ഉണ്ടായ ഇൻസിഡന്റ് അവർ അത്രയും സീരിയസ്നെസ് എടുക്കാതെ ഒരു കുട്ടിക്ക് ജനിച്ച് വീണ കുട്ടിക്കാണ് ഇത്രയും ഒരു ഇൻസിഡന്റ് പറ്റിയെന്നുള്ളത് പോലും ഓരോരു ബോധം വെക്കാതെയാണ് അവരെ അത്രയും പിഴവ് കാണിച്ചത്. അവർ 15-ാം തീയതിയാണ് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇടുന്നത്. 17-ാം തീയതി പ്ലാസ്റ്റർ അഴിഞ്ഞു വീണു. ഇതോടെ വേദന കൊണ്ട് പുളഞ്ഞ കുട്ടിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിച്ചു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് കുട്ടിയുടെ കൈക്ക് പ്ലാസ്റ്റർ ഇട്ടത്. ഇനി ഇങ്ങനത്തെ ഒരു പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഇനിയുള്ള കുട്ടികൾക്ക് ആർക്കും വരാതിരിക്കണം, അത്രയേ ഉള്ളൂ. അതിൻ്റെതായ നീതി ഞങ്ങൾക്ക് കിട്ടണം. സംഭവത്തിൽ കുടുംബം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് പോലീസ് എന്നിവർക്ക് പരാതി നൽകി. കുറ്റക്കാരായ ആരോഗ്യ പ്രവർത്തകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. റിപ്പോർട്ടർ, കോഴിക്കോട്.